പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ വൻ നാശം വിതച്ചിരിക്കുകയാണ് ഇന്ത്യ. പാക് സൈനിക കരുത്തിന്റെ 20% നശിപ്പിച്ചുവെന്ന് സേനാവൃത്തങ്ങൾ വ്യക്തമാക്കി. ഭോലാരിയിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ 50-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നും ഇന്ത്യ. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കണക്കുകൾ നഷ്ടത്തിൻ്റെത് ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു. പാകിസ്ഥാന്റെ നാശനഷ്ടത്തിന്റെ കണക്കുകൾ, തിരിച്ചടിച്ചതിന്റെ കണക്കുകൾ, അല്ലെ? മോത്തി, അതെ, പുതിയ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ ഇവിടെ മറ്റ് പ്രതിരോധ അറ്റാഷമാരെ, അതായത് വിദേശ രാജ്യങ്ങളുടെ 70 വിദേശ രാജ്യങ്ങളുടെ ഫോറിൻ സർവീസ് അറ്റാഷമാരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിൽ കേന്ദ്രം നൽകിയിട്ടുള്ള വിവരങ്ങളും അതിനു പുറമെ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരങ്ങളുമാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ നാശം പാകിസ്ഥാന്റെ സൈന്യത്തിനും സംഭവിച്ചു എന്നുള്ള കാര്യം വരെയിടുന്നുണ്ട്. ഏകദേശം 20% പാകിസ്ഥാൻ സൈന്യത്തിന്റെ കരുത്ത് ഇന്ത്യ തകർത്തു എന്ന് പറയുന്നത് ചെറിയ കണക്കുകളല്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ 11 വ്യോമത്താവളങ്ങളിൽ 2 എണ്ണത്തിന്റെ കാര്യമാണ്. സർഗോദ ഉൾപ്പെടെയുള്ള 2 വ്യോമത്താവളങ്ങളുടെ കാര്യം. അതിൽ കൃത്യമായിട്ട് ആ പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തിറങ്ങിയത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം വലിയ നാശമാണ് ഇന്ത്യ ഈ വ്യോമത്താവളങ്ങളിലെല്ലാം തന്നെ വിധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിൽ തന്നെ ഭോലാരി എന്ന് പറഞ്ഞ വ്യോമത്താവളം F-16ൻ്റെയും അതുപോലെ തന്നെ JF-10ൻ്റെയും പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ്. അതായത് പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളുടെ സ്ക്വാഡ്രനെല്ലാം തന്നെ ഉണ്ടാകുന്ന പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, അവിടെയെല്ലാം ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു, വലിയ നാശം വിധിച്ചു. എത്ര F-16 അതുപോലെ തന്നെ JF-10 വിമാനങ്ങൾ തകർന്നു എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക കണക്ക് പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ഇന്ത്യയും പറയുന്നില്ല. പക്ഷേ നിരവധി വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഭോലാരി എന്ന് പറയുന്ന വ്യോമത്താവളത്തിൽ മാത്രം സ്ക്വാഡ്രൻ ലീഡർ ഉൾപ്പെടെ 50-ലധികം സൈനികർക്ക് മരണം സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ കണക്ക് ഇത് 11-ഓ 12-ഓ ആണ്. അതിന് അപ്പുറത്തേക്ക് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് 35 മുതൽ 40 ജവാന്മാരെയും ഇന്ത്യ വകവരുത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഇന്ത്യയുടെ മറുപടി ഷെല്ലിങ്ങിലാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്ന നഷ്ടക്കണക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതും ഓരോ മിസൈൽ സ്ട്രൈക്കുകൾ, അതായത് ഈ 11 വ്യോമത്താവളങ്ങളിലും ഇന്ത്യ പ്രഹരിച്ചത് ഓരോ മിസൈലുകൾ വീതം മാത്രമാണ്. അതിൽ പലതും ബ്രഹ്മോസുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടുകളായി ഉണ്ട്. പക്ഷേ ഏതൊക്കെ ആയുധം ഉപയോഗിച്ചു എന്നതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കാരണം അത്തരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഫിഡൻഷ്യലാണ്, അതെല്ലാം തന്നെ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അതിലൊരു സ്ഥിരീകരണം ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. പക്ഷേ 20% നാശം സൈന്യത്തിൻ്റെ കരുത്തിലെന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ വലിയ നാശം തന്നെയാണ്. ഇത്രത്തോളം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ